ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 1-2 ദിവസത്തിന് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ, ആമകൾ മുട്ടയിടാനായിട്ട് തീരം തേടിയെത്തുന്നു. അത് പ്രത്യേകിച്ച് പൂന്തുറയിൽ തീരമില്ലാതിരുന്ന ഒരു കാലമായിരുന്നു. ഇപ്പോൾ കുറച്ച് തീരം വന്നിട്ടുണ്ട്. ആ തീരം ആശ്രയിച്ച് ഒത്തിരിയേറെ ആമകൾ മുട്ടയിടാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് വീണ്ടും പൂന്തുറയിലെ മത്സ്യത്തൊഴിലാളികൾ സാക്ഷിയായിരിക്കുകയാണ്. സാക്ഷിയായത് മാത്രമല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചുകൊണ്ട് അവരുടെ തന്നെ ഒരു റെപ്രസെന്റേറ്റീവ് ആയ അജിത് ശംഖുമുഖത്തിന്റെ നേതൃത്വത്തിൽ ആ മുട്ടയിനെ മാറ്റിപ്പാർപ്പിക്കുന്ന വളരെ രസകരമായ എന്ന് പറയുമ്പോൾ അത്ഭുതകരമായ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനെ മാറ്റിപ്പാർപ്പിക്കാനുള്ള കാര്യം മറ്റൊന്നുമല്ല, മത്സ്യത്തൊഴിലാളികൾ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ഈ വാവ് സമയത്തോടനുബന്ധിച്ചുണ്ടാകുന്ന കടലേറ്റം ഒരുപക്ഷെ ഈ തീരം കവരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമുക്ക് കാത്തിരുന്ന് കിട്ടിയ തീരമാണ്. ആ തീരം ഒരുപക്ഷെ എപ്പോൾ വേണമെങ്കിലും എടുത്തിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ തീരത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുട്ടയും ഒലിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികളുടെ ആ ഒരു വാക്ക് കേട്ടിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചുകൊണ്ട് അജിത് ശംഖുമുഖത്തിന്റെ നേതൃത്വത്തിൽ ഈ ആമ മുട്ടകളെ പിറക്കിയെടുക്കുകയാണ്. വളരെ കൗതുകരമായ ഒരു കാഴ്ചയാണ്. ഏകദേശം 101 മുട്ടകൾ. അതിലൊരാൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ജോണി എന്ന് പറയുന്ന ഒരു പൂന്തറക്കാരൻ പ്രഖ്യാപിച്ചു ഇതിനകത്ത് 101 മുട്ട കാണുമെന്ന്. അതേപടി അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കത്തില്ല. എന്തായാലും 101 മുട്ടകളെയും ഈ പറയുന്ന അജിത് ശംഖുമുഖത്തിന്റെ നേതൃത്വത്തിൽ മാറ്റി പാർപ്പിക്കുകയാണ്. വളരെ അത്രയ്ക്കും കണ്ണിങ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ആ മുട്ടയെ ഹാൻഡിൽ ചെയ്ത് ഏകദേശം 45 ദിവസങ്ങൾ എടുക്കുമെന്നാണ് പറയുന്നത്. 45 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇതിനുള്ളിലെ മുട്ടകൾ കുഞ്ഞുങ്ങളായിട്ട് കടലിലേക്ക് ഇറങ്ങിപ്പോകും. അപ്പോൾ ഒരു 101 ജീവനുകളെ രക്ഷിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് പൂന്തുറയിലെ മത്സ്യത്തൊഴിലാളികൾ. അപ്പോൾ ഈ ഒരു വിവരം അറിയിച്ചത് മത്സ്യത്തൊഴിലാളികൾ കോസ്റ്റൽ ടൈംസിലുള്ള ജോസ് മാത്യുവിനെ അറിയിക്കുകയും അദ്ദേഹം ഈ പറയുന്ന അജിത് ശംഖുമുഖത്തിനെ അറിയിച്ചു. അജിത് ശംഖുമുഖം ഫോറസ്റ്റിനെ അറിയിച്ചുകൊണ്ട് അവർ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് ഇതിനെ മാറ്റി പാർപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മുട്ട ഏകദേശം 45 അല്ലെങ്കിൽ 50 ദിവസങ്ങൾക്കിടയിൽ വിരിഞ്ഞ് ഈ 101 കുഞ്ഞുങ്ങളും കടലിലേക്ക് തിരിച്ചു പോകട്ടെ, ഒരു ജീവനെ രക്ഷിച്ചതിൻ്റെ അല്ലെങ്കിൽ കടൽ ജീവികളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ ആമകളെ സംരക്ഷിക്കുന്നതിന് പ്രത്യേക പാക്കേജ് നമ്മുടെ കേരളത്തിന് സമർപ്പിച്ചത്. കാരണം ഇപ്പോൾ ആമകൾ മുട്ടയിടാൻ വരുന്ന സമയമാണ്, സംരക്ഷിക്കപ്പെടേണ്ട ഒരു ജീവിയാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പോലും ഇത്തരം കാഴ്ചകൾ കണ്ട ഗവൺമെൻറ് സംവിധാനങ്ങളെ അറിയിച്ച് വേണ്ട സംവിധാനങ്ങൾ ചെയ്ത് സുരക്ഷ നൽകി ആമയെ വീണ്ടും സംരക്ഷിക്കാനായിട്ട് അവർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും ഇതൊരു പ്രശംസനീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പൂന്തുറയിലെ മത്സ്യത്തൊഴിലാളി. ഇത് പൂന്തുറ മാത്രമല്ല, കേരളത്തിലെ പല തീരദേശങ്ങളിൽ ഇങ്ങനത്തെ കാഴ്ചകൾ കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആര് കണ്ടാലും നിങ്ങൾക്കറിയാവുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകരെ അറിയിച്ച് അതിന് വേണ്ട സംരക്ഷണം ഒരുക്കി കൊടുക്കുക. എന്തായാലും ഇത്തരം കൗതുകരമായ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ആസ്വദിച്ച് കാണും, അതിനെ എൻജോയ് ചെയ്ത് കാണുന്നു. ഇതുപോലെയുള്ള കൗതുകരമായ വീഡിയോകൾ കാണാനായിട്ട് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ കൂടുക. താങ്ക് യു ഫോർ വാച്ചിങ് കോസ്റ്റൽ ടൈംസ് 24/7.